മനോരമ പണം വാങ്ങി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച വി.ഡി. സതീശനെ കുറിച്ചും ഏഷ്യാനെറ്റ് ഒന്ന് ഫീൽഡിലിറങ്ങി അന്വേഷിച്ചു. സ്വാഭാവികം, മനോരമ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നു എന്ന് കരുതുന്നിടത്ത് ഏഷ്യാനെറ്റിന്റെ ഒരു വനിതാ റിപ്പോർട്ടർ നാട് നീളെ സതീശന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ അറിയാമോ, മനോരമ പ്രഖ്യാപിച്ച കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയെ കുറിച്ച് കുട്ടികൾക്ക് വരെ അറിയാത്ത അവസ്ഥയും, ഒപ്പം നാട്ടുകാർക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള അഭിപ്രായം കേട്ടാൽ ചിലപ്പോൾ സതീശന് തന്നെ അറ്റാക്ക് വരുന്ന അവസ്ഥ ഉണ്ടാകും. നോക്കിയേ, വി.ഡി. സതീശൻ. എന്താ ഇതത്തെ പറ്റിയുള്ള അഭിപ്രായം? അഭിപ്രായം പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. വെറുതെ വർത്താനം പറയണ അല്ലാതെ ഒരു കാര്യം ചെയ്യുന്നില്ല. നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്താണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പറ്റി ജനങ്ങളുടെ അഭിപ്രായം എന്ന് അറിയാനാണ് നമ്മൾ പോകുന്നത്. ലെറ്റ്സ് ഗോ. അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിരിക്കാനുള്ള ഒരു ഇതില്ല, ഒരു തന്റെ ഇടമെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം എന്ന് വെച്ചിരുന്നാൽ ഭരണപക്ഷത്തിന് എപ്പോഴും നമ്മൾ കുറവ് ചെയ്ത് പ്രതിപക്ഷമായിട്ട് ഇരിക്കേണ്ട ഒരു തന്റെ ഇടം വേണം. നമ്മുടെ കെ കരുണാകരൻ, കെ നേനാരനെ പോലെയുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. ഒന്നുമില്ല, അഭിപ്രായമൊന്നുമില്ല. എനിക്ക് അതാണ് സത്യം. അത് മാത്രം അറിയാം. അടുത്തടുത്ത് ഇതാരാ? അറിയില്ല. ആരാ? അയ്യോ, എനിക്കറിയില്ല. ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഒരു പാർട്ടി പ്രവർത്തകനാണെന്ന് തോന്നുന്നത്. പേര് അറിഞ്ഞോളാം. അത് തന്നെ പറഞ്ഞു. സതീശൻ എന്താ ഇതിന്റെ പറ്റിയുള്ള അഭിപ്രായം? നമുക്ക് പ്രത്യേകിച്ച് എല്ലാവരും നല്ലവർ തന്നെ, എല്ലാവരും നല്ലവർ തന്നെ. പിള്ളേർക്ക് അറിയില്ല, ബാക്കിയുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വിലയില്ല. ഇങ്ങനെയുള്ള ആളെ കേരളത്തിലുള്ള ജനങ്ങൾ ആരായിട്ട് കാണുകയാണ്? മുഖ്യമന്ത്രിയായിട്ട് കാണുന്നു അത്രേ. മനോരമയുടെ കുടുംബത്തിൽ കുറച്ച് പൈസ കൊണ്ടുവന്ന് കൊടുത്താൽ ആരെയും മുഖ്യമന്ത്രിയാക്കും, അല്ലെങ്കിൽ ആരെയും ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ സർവേ നടത്തി ആക്കിക്കളയും. അതാണ് കണ്ടത്. പക്ഷേ റിയാലിറ്റി എന്താണ്? സതീശൻ എന്ന വ്യക്തിക്ക് നാട്ടുകാർക്കിടയിലല്ല, പാർട്ടിക്കാർക്ക് പോലും ഒരു വിലയില്ലാത്തൊരവസ്ഥയാണ്. ഒരു MLA മാരും നിലവിൽ സതീശനോടൊപ്പം നിൽക്കുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിലെ സംഭവം തന്നെ നിങ്ങൾ എടുക്കൂ. ഒരു പ്രതിപക്ഷ നേതാവിന് എത്ര വില അവിടുത്തെ അണികൾ കൽപ്പിക്കുന്നുണ്ടെന്ന് ദയവ് നോക്കിയേ. അവിടെ ഈ മൈക്ക് കടിപിടി അരങ്ങേറിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് ഷാഫിയുടെ പേര് വിളിക്കാതെ സതീശന്റെ പേര് കയറി ഒരാൾ വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം സതീശൻ മൈക്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ അണികൾ കൽപ്പിക്കുന്ന വില എന്താണെന്ന് ആ ദൃശ്യം നോക്കിയേ. ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ കണ്ടല്ലോ, അണികൾക്കേ വിലയില്ല. MLA മാർക്കാണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പാർട്ടിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടപടലം ഉടായിപ്പാണ് എന്നുള്ളതാണ് പൊതു അഭിപ്രായം. പിന്നെ പണം കൊടുത്ത് കുറച്ച് ആളെ കൂടെ നിർത്തുന്നതിനപ്പുറം സതീശൻ എന്ന വ്യക്തിയെ നാട്ടുകാർക്ക് പോലും മുഖ്യമന്ത്രിയായിട്ട് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ പ്രതികരണങ്ങൾ. ഒരു സ്ഥാപനം പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ഥാപനം ശരിയാണോ എന്ന് പരിശോധിക്കാൻ പോയതാണ്. കാര്യം രണ്ടുപേരുടെയും ഉള്ളിലിരിപ്പ് ഒരേ ആഗ്രഹമായിരുന്നു. പക്ഷേ ജനത്തിന്റെ ഉള്ളിലിരിപ്പ് കേട്ടിട്ട് സ്വയം സർവേ നടത്തി മുഖ്യമന്ത്രി സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന സതീശന് അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ ആ പണിക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്.